മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മെർച്ചന്റ് നേവിയിൽ മറൈൻ എഞ്ചിനീയേഴ്സ് ആവാൻ സാധിക്കൂ. ഇനി +2 കഴിഞ്ഞ് നിൽക്കുന്നവരാണ് ഈ മറൈൻ എഞ്ചിനീയേഴ്സ് ആവാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇതിനൊക്കെയുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കണ്ടോളൂ. ഓൺ ബോർഡ് ഷിപ്പിൽ വർക്ക് ചെയ്യാനുള്ള ഏത് മറൈൻ കോഴ്സസ് പഠിക്കണമെങ്കിലും ബേസിക്കലി നിങ്ങൾ IMCT എക്സാം ക്രാക്ക് ചെയ്തിരിക്കണം, ഏജ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കണം, മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. നിങ്ങൾ 12th പാസ് ഔട്ട് ആയിട്ട് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കോഴ്സ് BTech ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന 4 വർഷത്തെ റെസിഡൻഷ്യൽ കോഴ്സാണ്. ഈ കോഴ്സിന് IMCT എലിജിബിലിറ്റിക്ക് വേണ്ടത് 12th 60% കുറയാതെ PCM 50% കുറയാതെ ഇംഗ്ലീഷ് മാർക്ക് ഉണ്ടായിരിക്കണം. 17 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ക്രൈറ്റീരിയ വരുന്നത്. ഇതൊരു 4 വർഷത്തെ റെസിഡൻഷ്യൽ കോഴ്സാണ്. ഫീസ് വരിക 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ കോർ സബ്ജക്ട്സ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ GME അഥവാ ഗ്രാജുവേറ്റ് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഷിപ്പിൽ മറൈൻ എഞ്ചിനീയേഴ്സ് ആയിട്ട് ജോലി ചെയ്യാം. ഈ കോഴ്സിന് വേണ്ട IMCT എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ കോഴ്സിൽ ഡിഗ്രിയിൽ മിനിമം 50% മാർക്ക് ഉണ്ടാവുക, ഡിഗ്രി അല്ലെങ്കിൽ +2 ഇംഗ്ലീഷിന് മിനിമം 50% മാർക്ക് ഉണ്ടാവുക, മെയിൽസിന് 28 ഫീമെയിൽസിന് 30 മാക്സിമം ഏജ് ക്രൈറ്റീരിയ. 1 വർഷത്തെ ഈ ഒരു റെസിഡൻഷ്യൽ കോഴ്സിന് വരുന്ന ഫീസ് 7 തൊട്ട് 10 ലക്ഷം രൂപ വരെയാണ്. ആൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് തിങ് ഈസ് ഷിപ്പിംഗ് കമ്പനികളുടെ സ്പോൺസർഷിപ്പ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കോഴ്സുകൾ പഠിക്കുക. കാരണം സ്പോൺസർഷിപ്പ് ഇല്ലാണ്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു ഷിപ്പിംഗ് കമ്പനിയും ഫ്രഷേഴ്സ് ആയ നിങ്ങളെ റിക്രൂട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രോഡ്ലന്റ് ആയിട്ടുള്ള പല ഏജൻസികളുടെ ബലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫീസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷെ ആ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങളെ പ്ലാൻ നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത്. കാരണം എത്ര വലിയ ലൈബിലിറ്റീസ് ആണെങ്കിലും 1-2 സെയിലെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ കീപ് സപ്പോർട്ടിങ്. ബൈ.